പ്രപഞ്ച സൃഷ്ടിയോളം പണ്ട് പ്രപഞ്ചത്തിനും അധിപനായി എവിടെയോ ഒരു പൊന്നു തട്ടാനുണ്ടായിരുന്നു. പത്ത് പവനേക്കാളും വലുത് എനിക്ക് നീയാ. സംഗതി ഏകദേശം കെട്ടിയോ? എടീ, നമ്മുടെ പവിത്രം ഗൾഫിൽ നിന്ന് വരുന്നു. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം. 10 പവൻ. ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 10 പവനെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് അന്തിച്ചു പോയി. പിന്നൊരു ധൈര്യത്തിനങ്ങ് വാങ്ങിയേ ഉള്ളൂ. എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ. ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മള് കല്യാണം കഴിക്കാനും പോണില്ല. അവൻ തട്ടാനാ, നീ പണിക്കെത്തിയാ. ഈ പണിക്കര് നിന്റെ തന്തയാ. നീ മാനത്ത് കാണുമ്പോ ഞാനത് മനസ്സിൽ കാണും. എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു. പുന്നാര മുത്തേ, അന്ന് ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്. പോയ 10-ന് പകരം തനിക്ക് 15 പവൻ ഇനിയും ഉണ്ടാക്കിക്കൂടെ? അതല്ല വെളിച്ചപ്പാടെ. നിങ്ങൾ നോക്കിക്കോ, എത്തി എത്തി അങ്ങ് എത്തുമ്പോ അവസാനം തട്ടാനൊരു തട്ട് തട്ടും. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഇതെന്താ എടുക്കുന്നത്? എന്റെ മനസ്സ്. മനുഷ്യ, ഇതിനകത്ത് ചെമ്പ്. ഇപ്പോഴെങ്ങനെ തട്ടാൻ തട്ടിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? 10 പവൻ ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടനാണെന്ന് വരെ പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തതേ തനി ചെമ്പുമാലയിൽ സ്വർണം പൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടെ നിന്ന് കിട്ടി?